പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീട്ടിൽ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ആധാർ കാർഡിൻ്റെ ഒരു സംഗതി പറഞ്ഞിട്ട് വരും. ഞാൻ കൊച്ചിന് ആധാർ കാർഡ് എടുക്കാൻ പോയി. ആധാർ കാർഡ് എടുക്കാൻ പോയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് ആധാർ കാർഡ് എടുക്കാൻ. പക്ഷേ ഈ സാധനം എടുക്കാൻ ഞാൻ നടന്നത് 2 പ്രാവശ്യമായിട്ട് ഇപ്പം നടക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ നോക്കി എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊക്കെ ഞാൻ നോക്കി. അപ്പം നോക്കിയപ്പോൾ അവർ യൂട്യൂബിലുള്ളവർ പറഞ്ഞത് കൊച്ചിൻ്റെ ജനന സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല, അച്ഛൻ്റെ അമ്മയുടെയും ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആധാർ കാർഡ് രണ്ടെണ്ണം ഞാൻ കൊണ്ടുപോയി. അത് 2 ഫോൺ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആ 2 ഇത് ചെയ്തതാണ്, പുതുക്കിയിട്ടുള്ളതാണ്. അത് 2 വർഷമായിട്ടുള്ള പുതുക്കിയിട്ട്, 2 വർഷമെന്ന് വെച്ചാൽ 2 വർഷത്തിൻ്റെ ഇടയിലാണ് അത് പുതുക്കിയേക്കണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 വർഷത്തിൻ്റെ ഇടയിലാണ് ഈ സംഭവം നമ്മൾ പുതുക്കേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 വർഷത്തിനുള്ളിൽ ഒരു ആധാർ കാർഡ് നമ്മുടെ പുതുക്കണം. അപ്പോൾ 10 വർഷത്തിനുള്ളിൽ ആധാർ കാർഡ് പുതുക്കിയിട്ടുണ്ട്. 10 വർഷത്തിനുള്ളിൽ ആധാർ കാർഡ് പുതുക്കിയിട്ടുണ്ട്. 2024 പുതുക്കിയ സാധനമാണ്. 16-ാം തീയതി 2024 പുതുക്കിയ സാധനമാണ്. അപ്പോൾ അതിനെ നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് 2012 അത്ര പുതുക്കിയത്. 2012 പുതുക്കിയേക്കണേന്ന് 2026 24 പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത് പുതുക്കണം, രണ്ടാമത് അവിടെ പോയി പുതുക്കണം പറഞ്ഞത്. രണ്ടാമത് പുതുക്കേണ്ട എന്ത് കാര്യമുണ്ട്? കാരണം വെച്ചാൽ ആദ്യം പുതുക്കിയിട്ടുള്ള സാധനമാണ്. 2 വർഷത്തിന് 10 വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ പുതുക്കണം. അത് പുതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ടുള്ളത് പുതുക്കിയിട്ട്. 10 വർഷത്തിൻ്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വർഷമായിട്ടുള്ള പുതുക്കിയിട്ട്. അപ്പോൾ ഇനിയും കിടക്കുകയാണ് വർഷം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇനി പുതുക്കാൻ പാടുള്ളൂ. ഇന്നിപ്പോൾ പോയില്ലാണ്ട് കിടക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനത് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ കുറേ ഈ അക്ഷയക്കാരൊക്കെ ഞാൻ എന്ത് ചെയ്യണത്? എവിടെയുള്ള അക്ഷയ സെൻറ്ററാണെന്ന് പറയും പറഞ്ഞത്. റിയാഡ് അക്ഷയ സെൻറ്ററുള്ള ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. എല്ലാവരും അറിയണം. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് തരണം. മാക്സിമം റിയാഡ് അക്ഷയ സെൻറ്ററിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു അക്ഷയ സെൻറ്റർ 2 പ്രാവശ്യം നടക്കണം. ഒരാഴ്ച പറഞ്ഞ് അച്ഛൻ്റെ സിമ്മായിട്ട് ഇതായിട്ടുള്ള എന്താ വെച്ചാൽ ലിങ്കായിട്ടുള്ള ഇത് ആധാർ കാർഡ് മതി. അപ്പോൾ അച്ഛൻ ഇവിടെ ഉള്ളതാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല, അതങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ സിമ്മ് ഇവിടെ ഉണ്ടായില്ല. സിമ്മ് ഇവിടെ വെച്ചേക്കുന്നു. സിമ്മിൽ പൈസ ഉണ്ടല്ലോ. അപ്പോൾ സിമ്മിൽ ഞാൻ പൈസ ഇട്ടിട്ട് പോകാൻ വിചാരിച്ചില്ല. അപ്പോൾ സിമ്മിൽ പൈസ ഇട്ട് അവിടെ ചെന്നപ്പോൾ പറച്ചിലാണ് പറയണത്, ഇത് പുതുക്കിയിട്ടില്ല, ഒന്നും കൂടി പുതുക്കണമെന്ന്. 10 വർഷത്തിൻ്റെ ഇടയിൽ പുതുക്കേണ്ട സാധനം ഒന്നും കൂടി പുതുക്കേണ്ട എന്ത് കാര്യമുണ്ട്? 10 വർഷത്തിൻ്റെ ഇടയിലല്ലേ പുതുക്കേണ്ട ആവശ്യമുള്ളൂ. 2 വർഷം കൂടുമ്പോഴല്ലേ പുതുക്കേണ്ടത്. ഇപ്പോൾ 2 വർഷമായിട്ടല്ലേ പുതുക്കാനായിട്ട്. ഇവരിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇനി ഇപ്പോൾ പുതുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അയാൾക്ക് മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ട്, പുതുക്കിയതാണ് അങ്ങനെ പറഞ്ഞ മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറെ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് പുതുക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് ഒന്നാമത്തെ വയ്യ, അത്രയും വയ്യാത്തതിൻ്റെ ഇടയിൽ പോയിട്ടാണ് ഞാൻ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ആ ഒരു വിലയും കൂടി നൽകാണ്ടാണ് അക്ഷയ സെൻറ്റർ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി അക്ഷയ സെൻറ്റർ നമുക്ക് വേറെ അക്ഷയ സെൻറ്ററിൽ പോവാം. അതിലാണ് വേറെ വഴി. സാധാരണ ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആധാർ കാർഡ് ഉണ്ടാക്കണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും പിന്നെ നമ്മുടെ അച്ഛൻ്റെ ആധാർ കാർഡാണ് വേണ്ടത്. പുതുക്കിയിട്ടുണ്ട്, അതാണ് വേണ്ടത്. അത് ഇപ്പോൾ ഫോൺ നമ്പറായിട്ട് ലിങ്ക് ചെയ്ത സാധനം വേണം. ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ആധാർ കാർഡാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതൊക്കെ മാറ്റണമെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുപേരൊക്കെ മാറ്റണം. എൻ്റെ വീട്ടുപേരും സാധനങ്ങളൊക്കെ മാറ്റണം. ഇനി എൻ്റെ എല്ലാം മാറ്റിയിട്ട് ഇനി രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റൊക്കെ അതൊക്കെ ഉണ്ടാക്കി വരുന്നത് തന്നെ സമയവും പിടിക്കും. ഞാൻ എൻ്റെ എല്ലാവരും ഞാൻ ഈ ഒരു മേൽവിലാസം അഡ്രസ്സൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റാനും പാടാണ്. അഡ്രസ്സ് മാറ്റണമെല്ലാം കുഴപ്പം. അഡ്രസ്സ് ഞാൻ എല്ലാവരോടും ഈ അഡ്രസ്സാണ് കൊടുത്തേക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അതൊരു പ്രശ്നമാകും. അപ്പോൾ അത് മാറ്റാനും പറ്റൂല. അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് അതും ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തെന്ന് പറയാനാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ തന്നത് വീഡിയോ. ആധാർ കാർഡിനെ കുറിച്ച് ആധാർ കാർഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ എന്നോട് പറയുക അങ്ങനെയൊക്കെയാണ്. ആധാർ കാർഡ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആധാർ കാർഡ് എങ്ങനെ ഉണ്ടാക്കണം എന്നോട് പറയണം.